ഫിനാൻഷ്യൽ ഇയർ 2024 അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് നമ്മുടെ താരങ്ങൾ സർക്കാരിലേക്ക് അടച്ച നികുതിയുടെ അഡ്വാൻസ് ആയിട്ട് അടച്ച നികുതിയുടെ വിവരങ്ങൾ ഫോർച്യൂൺ ഇന്ത്യ എന്ന മാഗസീൻ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രിയ താരങ്ങൾ ഓരോരുത്തരും എത്ര തുകയാണ് അഡ്വാൻസ് ആയിട്ട് ടാക്സ് അടച്ചത്, നികുതി അടച്ചത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ലാലേട്ടനൊക്കെ എത്ര നികുതിയാണ് അടച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ നികുതി അടക്കുന്ന സൂപ്പർ താരം മറ്റാരുമല്ല, നമ്മുടെ എല്ലാവരും ഇഷ്ടതാരമായ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധനാ മൂല്യമുള്ള താരം കൂടിയായ SRK. ഹിന്ദി താരങ്ങളിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആരാധകരുള്ള SRK ഷാറൂഖ് ഖാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ നികുതി അടക്കുന്ന താരം ഇന്ത്യയിലത്. 92 കോടി രൂപയാണ് അദ്ദേഹം നികുതി അടച്ചിരിക്കുന്നത് സർക്കാരിലേക്ക്. രണ്ടാമത് വരുന്ന ആളെ കേട്ടാലാണ് നിങ്ങളെല്ലാവരും ഞെട്ടുക. രണ്ടാമത് വരുന്നത് ഒരു ഹിന്ദി താരമല്ല, ഒരു ബോളിവുഡ് താരമല്ല, ഈവൻ ഏറ്റവും കൂടുതൽ വലിയ കളക്ഷൻ നേടിയ പ്രഭാസ് പോലുമല്ല രണ്ടാമത് നികുതി അടച്ച താരം. ഏറ്റവും കൂടുതൽ രണ്ടാമത് നികുതി അടച്ച താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇളയ തളപതി വിജയ് ആണ്. 80 കോടി രൂപയാണ് അദ്ദേഹം ഫിനാൻഷ്യൽ ഇയർ 2024 അഡ്വാൻസ് നികുതി അടച്ചത്. മൂന്നാമത് വരുന്നത് ഓഫ് കോഴ്സ് ബോളിവുഡിൽ നിന്ന് തന്നെ നമ്മുടെ സൽമാൻ ഖാനാണ്. 75 കോടി രൂപയാണ് അദ്ദേഹം നികുതി അടച്ചിരിക്കുന്നത്. നാലാമത് വരുന്നത് അമിതാഭ് ബച്ചനാണ്. 71 കോടി രൂപയാണ് അദ്ദേഹം നികുതി അടച്ചത്. ഈ കൂട്ടത്തിൽ നമ്മളെല്ലാവരും വിട്ടുപോയ, അല്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിൽ ചേർത്ത് വെക്കുന്ന ഒരു സൂപ്പർ താരമുണ്ട് ബോളിവുഡിൽ. യെസ്, ആമിർ ഖാൻ. ദംഗൽ എന്ന 2000 കോടി കളക്ഷൻ നേടിയ ചിത്രത്തിലെ സൂപ്പർ താരം. ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രത്തിലെ നായകനായ ആമിർ ഖാൻ അടച്ച നികുതി എത്രയാണെന്ന് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോവും. നിങ്ങളെല്ലാവരും ഇപ്പം വിചാരിക്കുന്നുണ്ടാവോ ഏകദേശം ഒരു 50-60 കോടി നികുതിയായിരിക്കും ആമിർ ഖാൻ അടച്ചത്. എന്നാൽ ജസ്റ്റ് 10 കോടി രൂപയാണ് ആമിർ ഖാൻ നികുതി അടച്ചിരിക്കുന്നത്. നമ്മുടെ ലാലേട്ടനേക്കാളും താഴെയാണ് ആമിർ ഖാൻ അടച്ച നികുതി എന്ന് ഓർക്കുമ്പോഴാണ് നിങ്ങളെല്ലാവരും ഞെട്ടിപ്പോവുക. 10 കോടി രൂപയാണ് ഫിനാൻഷ്യൽ ഇയർ 2024 അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് ആമിർ ഖാൻ അടച്ചിരിക്കുന്നത്, ഫോർച്യൂൺ ഇന്ത്യ മാഗസിൻ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം. അഞ്ചാമത് വരുന്നത് അജയ് ദേവ്ഗണാണ്. 42 കോടി രൂപയാണ് അദ്ദേഹം നികുതി അടച്ചിരിക്കുന്നത്. പിന്നീട് വരുന്നത് രൺബീർ കപൂറാണ്. 36 കോടി രൂപയാണ് രൺബീർ കപൂർ നികുതി അടച്ചിരിക്കുന്നത്. പിന്നീട് വരുന്നത് ഹൃതിക് റോഷനാണ്. 28 കോടി രൂപയാണ് അദ്ദേഹം അടച്ചിരിക്കുന്നത്. പിന്നെ കപിൽ ശർമ്മയാണ്. 26 കോടി രൂപയാണ് അദ്ദേഹം നികുതി അടച്ചിരിക്കുന്നത്. പിന്നീട് വരുന്ന ഒരു നായിക നടിയാണ് കരീന കപൂർ. 20 കോടി രൂപയാണ് കരീന കപൂർ നികുതി അടച്ചിരിക്കുന്നത്. പിന്നീട് വരുന്നത് ഷാഹിദ് കപൂറാണ്. 14 കോടി. ഈ ഷാഹിദ് കപൂറിൻ്റെ 14 കോടി രൂപയ്ക്ക് തുല്യമായ 14 കോടി തന്നെയാണ് നമ്മുടെ ഇഷ്ടതാരമായ ലാലേട്ടൻ നികുതി അടച്ചിരിക്കുന്നത്. കൂടാതെ അല്ലു അർജുനും നികുതി അടച്ചിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ 2024 അഡ്വാൻസ് നികുതി അടച്ചിരിക്കുന്നത് 14 കോടി രൂപ തന്നെയാണ്. ഷാഹിദ് കപൂർ, ലാലേട്ടൻ, അല്ലു അർജുൻ 3 പേരും 14 കോടി വീതം ആണ് അടച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലിസ്റ്റ് പ്രകാരം നമ്മുടെ പ്രിയ താരങ്ങളായ മമ്മൂട്ടി ഈ ലിസ്റ്റിലില്ല. നികുതി അടച്ചതിൽ മമ്മൂട്ടിയൊക്കെ അടച്ച നികുതി ഏറ്റവും കുറവാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം കൂടുതലുണ്ടെങ്കിൽ എന്തായാലും ഈ ലിസ്റ്റ് പ്രകാരം വരേണ്ടതാണ്, പക്ഷേ വന്നിട്ടില്ല. 14 കോടി രൂപ ലാലേട്ടൻ അടച്ച, ഒരു 10 കോടിക്ക് താഴെയായിരിക്കും മേ ബി മമ്മൂക്കയൊക്കെ അടച്ച നികുതി. അതുകൊണ്ടായിരിക്കും ഈ ലിസ്റ്റ് പ്രകാരം വരാത്തത്. ഏറ്റവും താഴെയായിട്ട് നികുതി അടച്ചത് ആമിർ ഖാനാണ്. 10 കോടി. 10 കോടിയും 10 കോടിക്ക് മേലെ ഉള്ളവരുടെ ലിസ്റ്റ് മാത്രമേ ഫോർച്യൂൺ ഇന്ത്യ പുറത്തുവിട്ടിട്ടുള്ളൂ.